ഹായ്, ഞാനിവിടെ ബാൽക്കണിയിൽ തുണികളൊക്കെ മടക്കി വെക്കാൻ വേണ്ടി വന്നതാണ്. ഈ ബാൽക്കണി ഉള്ളതുകൊണ്ട് മഴ പെയ്താലും നമുക്ക് പ്രശ്നമില്ല. വാഷിംഗ് മെഷീൻ ഇവിടെ തന്നെയാണ്. ഈ മൂലക്ക് തന്നെ വാഷിംഗ് മെഷീനും ഈ ബാൽക്കണിയിൽ അങ്ങോട്ടൊക്കെ ആറിയിടാനുള്ള സൗകര്യമുണ്ട്. നമ്മൾ മഴ പെയ്താലും നമുക്ക് പ്രശ്നമില്ല. നമുക്കിത് ഇവിടെ തന്നെ ആറിയിടുകയും ചെയ്യാം, ഉണങ്ങുകയും ചെയ്യും. ഇനിയിപ്പോൾ ഇന്ന് തന്നെ എടുത്തില്ല, അല്ലെ 2 ദിവസം അവിടെ തന്നെ കിടന്നാലും മഴയുടെ പ്രശ്നമില്ല. അങ്ങനെ ഒരു സൗകര്യം ഉള്ളതുകൊണ്ട് പ്രശ്നങ്ങളില്ല. അപ്പോൾ തുണികളൊക്കെ മടക്കി വെക്കുകയാണ് ഞാൻ. അപ്പോഴാണ് എൻ്റെ മനസ്സിലേക്കൊരു ഇത് ഓർമ്മ വന്നത്. നമ്മൾ ഏതെങ്കിലും പരിപാടികൾക്ക് ഫങ്ഷൻസിനൊക്കെ പോകുമ്പം, പ്രോഗ്രാംസിനൊക്കെ പോകുമ്പം അവിടെ വരുന്ന പ്രമുഖ വ്യക്തികൾക്ക്, അല്ലെങ്കിൽ വിശിഷ്ടാതിഥികൾക്ക്, അല്ലെങ്കിൽ എന്തെങ്കിലും സമ്മാനങ്ങൾ കരസ്ഥമാക്കുന്നവർക്കൊക്കെ നമ്മൾ സാധാരണ പൊന്നാട അണിയിക്കും. പൊന്നാട എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ ഒരു പ്രത്യേക ഒരു ക്രീം കളറിൽ മാത്രമുള്ളൊരു ഇതായിരുന്നു, ഒരു ഷോള് പോലത്തെ ആയിരുന്നു. പിന്നീട് അത് ഷോളുകളായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. അതും കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പം നല്ല തിളങ്ങുന്ന പച്ച കളറ്, മഞ്ഞ കളറൊക്കെയുള്ള തിളങ്ങുന്ന ഒരു തുണി. ആ തുണി കൊണ്ട് പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് പൊന്നാട എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയ ഒരു ആദരവായിട്ട് നമുക്ക് വീട്ടിൽ സൂക്ഷിച്ചു വെക്കാൻ പറ്റും. പക്ഷെ അങ്ങനെ ഒരുപാട് പൊന്നാടകളും കുറേ കാര്യങ്ങളൊക്കെ കിട്ടുന്ന ആൾക്കാരുണ്ടാവുമല്ലോ. വലിയ വലിയ കഴിവുള്ളവർക്ക് ഒരുപാട് ഇങ്ങനെയുള്ള സാധനങ്ങൾ കിട്ടുമല്ലോ. അപ്പം ഈ പൊന്നാട ശരിക്കും പറഞ്ഞാൽ ഒരു വേസ്റ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ശരിക്കും പൊന്നാട കൊണ്ട് ഒരു ഉപയോഗം ആ സമയത്ത് അവരെ ആദരിക്കാൻ നല്ലതാണ്. അതൊന്ന് പുതപ്പിച്ചു കൊടുക്കുക, അപ്പോൾ ഒരു സന്തോഷം എന്നല്ലാണ്ട് ആ സാധനം പിന്നീട് അവർക്ക് ലൈഫിൽ ഒരിക്കലും ഒരു ഉപയോഗം വരുന്നേ ഇല്ല. അതൊരു വേസ്റ്റായിട്ട് അങ്ങനെ വീട്ടിൻ്റെ ഒരു മൂലക്ക് കിടക്കും. അപ്പോൾ കുറേ സ്ഥലവും സൗകര്യമൊക്കെയുള്ളവർക്കാണെങ്കിൽ ഒരലമാരിലൊക്കെ അതങ്ങനെ വെക്കാനൊക്കെ ഉള്ള സൗകര്യങ്ങൾ ഉണ്ടാവുമായിരിക്കും. പക്ഷേ അങ്ങനെ വലിയ സ്ഥല സൗകര്യം ഇല്ലാത്തവരുടെ വീട്ടിലാണെങ്കിൽ ഈ സാധനം കളയാനും പറ്റില്ല, എന്നാൽ അത് സൂക്ഷിച്ചു വെക്കാനുള്ള സ്ഥലം ഇല്ല. അപ്പം അത് എന്ത് ചെയ്യും എന്നുള്ള ഒരു ചോദ്യമുണ്ട്. അപ്പോൾ നമുക്ക് ഈ പൊന്നാടക്ക് പകരമായിട്ട് മറ്റെന്തെങ്കിലും അതുപോലെ തന്നെ നൽകുന്ന ഒരു സാധനമാണ് ബൊക്കെ. ബൊക്കെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു പൂ മാത്രമായിരിക്കും, അല്ല ചിലർ നല്ല അതിമനോഹരമായിട്ട് പിന്നെ മടഞ്ഞ് ഉണ്ടാക്കിയ കൊട്ട പോലത്തേൽ മടഞ്ഞുണ്ടാക്കിയതിൽ ഒരുപാട് റോസാപ്പൂക്കളും വേറെ പല പല പുഷ്പങ്ങളും അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു ബൊക്കെ ആയിരിക്കും. പക്ഷെ ആ ബൊക്കെയൊക്കെ നമ്മൾ യൂസ് ചെയ്യില്ലല്ലോ. അത് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളത് നമുക്കെന്നല്ല, കിട്ടുന്നവർക്ക് അത് വീട്ടിലവർ കൊണ്ടുപോയി വെക്കുമ്പം അത് ഒരു ദിവസം മാത്രമാണ് അതിൻ്റെ ആയുസ് എന്ന് പറഞ്ഞാൽ. ഈ ബൊക്കെ പിറ്റേ ദിവസത്തേക്ക് അതിലത്തെ പൂക്കൾക്കൊക്കെ പുഴു വരും. അപ്പോൾ ഈ ബൊക്കെ ഒന്ന് കാണാൻ നല്ല ഭംഗിയാണ്. പിറ്റേന്നൊക്കെ അത് വാടും. അതിന് 2-3 ദിവസം കഴിയുമ്പോൾ അത് വാടി കരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ബൊക്കെ കളയാൻ മാത്രമേ പറ്റുള്ളൂ. അപ്പം അതിനെക്കൊണ്ട് ഒരു ഉപയോഗവും ഇല്ലാത്ത പോലെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ കൊടുക്കുന്ന സമയത്തെ ഒരു സന്തോഷം മാത്രമാണ് അത് കാണിക്കുന്നത്. അന്നേരം സന്തോഷത്തോടെ സ്വീകരിക്കുമെങ്കിലും പിന്നീട് ആ ബൊക്കെ വാടിക്കരിഞ്ഞ് നമ്മൾ തന്നെ അതെടുത്ത് പുറത്തേക്ക് എറിഞ്ഞു കളയുന്ന ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് സങ്കടമാണ്. മനസ്സിൽ കാണുമ്പോൾ അയ്യോ, എനിക്ക് അവർ തന്ന ഗിഫ്റ്റായിട്ട് തന്നത്, ഇത്രയും സന്തോഷമായി തന്ന സാധനം പിറ്റേന്ന് നമ്മൾ തന്നെ എടുത്ത് വേസ്റ്റിലേക്കോ അല്ലെങ്കിൽ പുറത്തേക്കോ വലിച്ചെറിയുമ്പോഴും അല്ലെങ്കിൽ അതിൽ പൂവിനെ കാണുമ്പോൾ നമുക്കൊരു മനസ്സിന് വിഷമം തോന്നും. എന്നാൽ കളയാതിരിക്കാൻ പറ്റുമോ? അതുമില്ല. അങ്ങനെ സൂക്ഷിച്ച് വെക്കാം. അവർ തന്ന ബൊക്കെയല്ലേ, നമുക്ക് സൂക്ഷിച്ച് വെക്കാമെന്ന് പറഞ്ഞാൽ അത് പറ്റില്ല. കാരണം അത് സൂക്ഷിച്ച് വെക്കാൻ പറ്റാത്തൊരു സാധനമാണ്, ചീഞ്ഞു പോകുന്ന സാധനമാണ്, പൂവാണ്. അപ്പോൾ നമുക്കത് കളഞ്ഞേ പറ്റുള്ളൂ. അങ്ങനെ വരുന്ന സമയത്ത് ഈ ബൊക്കെ ഒരു അനാവശ്യമാണ്. എന്നുവെച്ചാൽ ഒരുപാട് പൈസ കൊടുത്തിട്ടായിരിക്കും ഈ ബൊക്കെ വാങ്ങുന്നുണ്ടാവുക. പക്ഷേ ആ ബൊക്കെ കൊണ്ട് ഒരു യൂസ് ഉണ്ടാവുന്നില്ല എന്ന് മാത്രമല്ല, ആ ഒരു കുറച്ച് സമയത്തേക്ക്, ആ കൊടുക്കുന്ന സമയത്തേക്ക് മാത്രം കിട്ടുന്ന ആൾക്കൊരു ഗുണമില്ല. കൊടുക്കുന്ന ആളും എന്തെങ്കിലും കൊടുക്കണ്ടേന്ന് വെച്ച് കൊടുക്കുന്നതിന് പകരം ആയിട്ട് നമുക്ക് ചിന്തിക്കാം, അവർക്ക് ഉപയോഗപ്രദമായിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനം അങ്ങനെ ആ സമയത്ത് കൊടുക്കാൻ പറ്റും. പൊന്നാട, ബൊക്കെ, ഈ പറഞ്ഞ സാധനങ്ങൾ വർഷങ്ങളായിട്ട് നമ്മുടെ നാട്ടിൽ നടന്നു വരുന്നൊരു കാര്യമാണ്. പൊന്നാടയും ബൊക്കെയൊക്കെ കൊടുത്ത് ആദരിക്കുക എന്നുള്ളത്. അപ്പോൾ ആ പരിപാടി നിർത്തിയിട്ട് അതിന് പകരമായിട്ട് പൊന്നാടക്കും ബൊക്കെക്കും പകരമായിട്ട് നമുക്ക് എന്ത് കൊടുക്കാം? ഒരാളെ ആദരിക്കാൻ നമുക്ക് കൊടുക്കാം. അത് ഉപയോഗപ്രദമായിട്ടുള്ളൊരു സാധനമായിരിക്കണം. അവർക്കത് വീട്ടിൽ കൊണ്ടുപോയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതോ, അല്ലെങ്കിൽ അവർക്ക് തന്നെ അവരുടെ ലൈഫിലത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണെങ്കിൽ അത് കുറേയും കൂടി നല്ലതല്ലേ. ഒരു വേസ്റ്റ് ആവാണ്ട് നമുക്ക് ഉപയോഗിച്ചുകൂടെ എന്നാണ് എൻ്റെ ഒരു സംശയം. ഞാനത് ഇങ്ങനെ എപ്പോഴും പക്ഷേ ഇതിന് വേറൊരു വശവും കൂടി ഉണ്ട്. പണ്ട് ഞാൻ എപ്പോഴും അങ്ങനെ പറഞ്ഞ സമയത്ത് എൻ്റെ ഒരു സുഹൃത്ത്, അയാൾ ബൊക്കെ നിർമ്മിക്കുന്നൊരു മനുഷ്യനാണ്, ബൊക്കെ കടയുടെ ഉടമയാണ്. അപ്പോൾ അയാൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾ എന്നെ കഞ്ഞിയിൽ പാറ്റ ഇടാനാണോ അങ്ങനെ പറഞ്ഞത്? തമാശയായിട്ട് വേണം എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അവരുടെ ജീവിതം നിന്ന് പോവും. ഇങ്ങനെ ബൊക്കെ കട നടത്തുന്ന ആൾക്കാർ ഒരുപാടുണ്ടാവുമല്ലോ. അപ്പോൾ ആരും അങ്ങനെ ബൊക്കെ വാങ്ങാണ്ടായാൽ അവരുടെ ജീവിതം അതിനോടെ
നിന്ന് പോകും. അതും ശരി തന്നെയാണ്. പക്ഷെ എങ്കിലും ഈ ബൊക്കെ, ഈ ഷോള്, ഇതൊക്കെ നമുക്ക് നിർത്തലാക്കിയിട്ട് അതിന് പകരം എന്തെങ്കിലും യൂസുള്ള ഒരു സാധനം, അത് എന്ത് സാധനം തന്നെ മനസ്സിൽ കിട്ടുന്നില്ല, പക്ഷെ അങ്ങനെ ആലോചിച്ച് ഒരു യൂസുള്ളൊരു സാധനം അവർക്ക് കൊടുക്കുകയാണെങ്കിൽ അത് നല്ലതായിരിക്കില്ലേ? അങ്ങനെ ഒരു അഭിപ്രായം നിങ്ങൾക്കുണ്ടോ? എനിക്കത് പലപ്പോഴും മനസ്സിൽ തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമൻ്റായിട്ട് എഴുതുകയാണെങ്കിൽ നമുക്ക് അറിയാമായിരുന്നു എല്ലാവർക്കും എന്താണ് ചിന്ത എന്നുള്ളത്.